എന്തേലും പിടിക്കുമ്പോഴോ വലിക്കുമ്പോഴോ അല്ലെ കൈ ഉപയോഗിക്കുമ്പം എൽബോയുടെ അവിടെ കൈയുടെ മുട്ടിൻ്റെ അവിടെ വേദന എടുക്കുന്നുണ്ടോ? ഈ വരുന്ന മസിലാണ് സാധാരണ ഇതിന് കാരണം. ഇവിടെ പിന്നെയും റിപ്പറ്റീവായിട്ട് സ്ട്രെസ് വരുമ്പോൾ അവിടുത്തെ ഉള്ള മസിൽ ഫൈബേഴ്സ് എല്ലാം ഡിസ്ജോയിൻറ്റഡ് ആവും. എന്നിട്ട് അവിടെ വേദനയും വരും. നമ്മുടെ അവിടെ തിരിച്ച് കിളിച്ച് വരുന്നത് ശരിക്കുമായിട്ടും ആയിരിക്കണമെന്നുമില്ല. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ ഞാൻ 2-3 ടൂൾസ് കാണിച്ചു തരാം. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്ട്രാപ്പ് കെട്ടി വെക്കാം. ഈ സ്ട്രാപ്പിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ആ പ്രഷർ ആ എൻഡിൽ നിന്ന് അങ്ങ് മാറ്റും, ആ സ്ട്രാപ്പിലോട്ടാക്കും പ്രഷർ. പക്ഷേങ്കിൽ ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതെപ്പോഴും നമുക്ക് കെട്ടിക്കൊണ്ട് നടക്കാനും പറ്റത്തില്ല, അത് ആക്ച്വൽ പ്രോബ്ലം സോൾവും ചെയ്യുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പണി ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദന ഇല്ലാതെ പെട്ടെന്ന് കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രാപ്പ് കെട്ടുന്നത് നല്ല ഐഡിയ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഐസോമെട്രിക് എക്സസൈസുകൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും പിടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി അതിനെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് അതിനെ സ്ട്രെങ്തൻ ചെയ്യാം. അപ്പോൾ അത് അവിടെ വെച്ച് നമുക്ക് തുടങ്ങാം. എന്നിട്ട് അവിടുന്ന് പ്രോഗ്രസ് ചെയ്യാം വേദന ഇല്ലെങ്കിൽ. പക്ഷേ അത് വേദന ഇല്ലെങ്കിൽ മാത്രമേ അവിടുന്ന് പ്രോഗ്രസ് ചെയ്യാം. നമ്മൾ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ട്രെങ്ത്, അവിടെ ഐസോമെട്രിക് സ്ട്രെങ്താണ് നമുക്ക് ആദ്യം വേണ്ടത്. പിന്നെ ഒരു ഏരിയ നമ്മൾ ശരിക്കും അറിയേണ്ടത് നമ്മുടെ സ്കാപ്പുലർ സ്ട്രെങ്താണ്. യൂഷ്വലി നമ്മുടെ ഗ്രിപ്പ് ഫെയിൽ ആവുന്നത് നമ്മുടെ ഷോൾഡറും നമ്മുടെ പുറവും ശരിക്കും വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ഗ്രിപ്പ് ഒത്തിരി ഉപയോഗിക്കേണ്ടി വരുന്നത്. ഞാനിവിടെ കാണിക്കാൻ കുറച്ച് സ്കാപ്പുലർ എക്സസൈസുകൾ. ഈ എക്സസൈസുകൾ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത്. മിക്കവാറും ഉള്ള പേഷ്യൻറ്റുകളിൽ ഇതാണ് അതിൻ്റെ കാരണം. അവരുടെ സ്കാപ്പുലർ വീക്ക് ആയതുകൊണ്ട് അവരുടെ ഗ്രിപ്പും അവരുടെ ഹാൻഡും ഒത്തിരി എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്ത് ശ്രമിച്ച് നോക്ക്. ഈ വേദന മാറട്ടെ എത്രയും പെട്ടെന്ന്.